ഹലോ, വെൽക്കം ടു ആപ്പിൾ സ്റ്റോറി ക്ലബ്. വീണ്ടും ഒരു അവധിക്കാലത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അവധിക്കാലം ടിവിയുടെ മുന്നിലും ഫോണിൻ്റെ മുന്നിലുമായി മാത്രം നമ്മുടെ കുട്ടികൾ തീർക്കാതിരിക്കാൻ ഒരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ. അപ്പോൾ അവരെ നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് നമുക്ക് പ്രേരിപ്പിക്കാം. വായിക്കാൻ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒന്നുകിൽ ഒരു പുസ്തകം കയ്യിലെടുത്ത് വായിക്കാൻ, അല്ലെങ്കിൽ പുസ്തകത്തെ കേട്ടറിയാൻ, ഇനി അതല്ലെങ്കിൽ പുസ്തകത്തെ നമ്മുടെ സ്ക്രീനിൽ കണ്ടു വായിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും ഇൻസ്പയർ ചെയ്യണം. കാരണം വായന എന്ന് പറയുന്നത് ഒരു ഫ്രീ പാസ്പോർട്ടാണ്. നമുക്ക് ഏത് നാട്ടിലേക്ക് വേണമെങ്കിലും പോകാം, അവിടുത്തെ കഥകൾ കേൾക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചിത്രകഥാ പുസ്തകങ്ങളെയാണ്. ഇതിൽ പല പുസ്തകങ്ങളെ കുറിച്ചുമുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും അതെല്ലാം കൂടി ഒരിക്കൽ കൂടി ഒരു കുടക്കീഴിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ കൊണ്ടുവരാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചില പുസ്തകങ്ങളാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വായിച്ചു വളരാം എന്ന സീരീസിൽപ്പെട്ട പുസ്തകങ്ങളാണ്. ഇതിനെ 2 ലെവലിലായിട്ട് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് 4 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുമക്കൾക്കുള്ളതാണ്. രണ്ടാമത്തത് 6 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുമക്കൾക്കുള്ളത്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇത് 4 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സീരീസിലെ ഒരു പുസ്തകമാണ്, തൊടിയിലെ തെങ്ങ്. ഈ പുസ്തകം ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതില് ഏറ്റവും കൂടുതൽ സ്ഥലം എടുത്തിരിക്കുന്നത് ചിത്രങ്ങളാണ്. പക്ഷേ അക്ഷരങ്ങൾ, വാക്കുകൾ വളരെ വളരെ കുറവാണ്. അതുപോലെ ഉള്ള അക്ഷരങ്ങൾ തന്നെ വലിയ അക്ഷരത്തിലാണ്, അത്യാവശ്യം ബോൾഡ് ചെയ്തൊക്കെ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റാണ്. അതുകൊണ്ട് തന്നെ വായിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. അങ്ങനെ എളുപ്പത്തിൽ വായിക്കാൻ പറ്റുമ്പോൾ തീർച്ചയായും അവർക്ക് വായനയോടുള്ള താല്പര്യം കൂടുകയും ചെയ്യും. കണ്ടോ, നമ്മൾ 2 പേജ് എടുക്കുമ്പോൾ അതിൽ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് വാക്കുകളും അക്ഷരങ്ങളും മാത്രമാണ് ഈ 4 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചിത്രകഥാ പുസ്തകങ്ങളിൽ ഉള്ളത്. ഒറ്റയിരുപ്പിന് അവർക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് ഇത്തരം പുസ്തകങ്ങൾ. ഇനി ഈ സീരീസിലെ തന്നെ മറ്റു ചില പുസ്തകങ്ങളാണ്. പുലി വരുന്നേ പുലി, മണ്ണാങ്കട്ടയും കരിയിലയും, ആമയും കുരങ്ങനും വാഴനട്ട കഥ, മല്ലനും മാദേവനും, എൻ്റെ കാക്ക, നല്ലൊരു നായ, ആനത്താര. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഒരു പുസ്തകത്തിൻ്റെയും കൂടി ഉൾഭാഗം ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതിലെങ്ങനെയാണ് കഥകൾ പറഞ്ഞിരിക്കുന്നതെന്ന് കാണാൻ. കണ്ടോ, മല്ലനും മാദേവനും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കഥയാണല്ലേ. നമ്മൾ പുസ്തകത്തിനകത്തേക്ക് പോകുമ്പോൾ നിൽക്കുന്നു നമ്മുടെ മിസ്റ്റർ മല്ലൻ ആൻഡ് മാദേവൻ. കണ്ടോ, അക്ഷരങ്ങൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഉള്ള അക്ഷരങ്ങളാകട്ടെ നല്ല വലിയ അക്ഷരത്തിലുമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കാനും, വായിച്ചു കൊടുത്തു കഴിയുമ്പോൾ റിപ്പീറ്റഡ് റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 4 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ അവർ തന്നെ വായിക്കുന്നൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പിന്നെ അവർ വായിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. പലതവണ ഈ കൊച്ചു പുസ്തകത്തെ നമുക്ക് വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാൾ അവരത് തനിയെ വായിക്കും. ഒരു നാൾ വായിച്ചു തുടങ്ങിയാൽ പിന്നെ പല പുസ്തകങ്ങളും അവർ തനിയെ വായിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, കണ്ടോ, നല്ല മനോഹരമായ ചിത്രങ്ങളാണ്. ഒറ്റയിരുപ്പിന് ഒരു 5 മിനിറ്റിൽ നമുക്ക് വായിച്ച് കൊടുക്കാം. കണ്ടോ, 2 പേരൂടെ നടന്നു പോകുന്ന കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള രസകരമായ ചിത്രങ്ങൾ ചേർത്തതാണ് ഈ ഒരു സീരീസിലെ എല്ലാ കഥാപുസ്തകങ്ങളും. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബണ്ടിൽ കണ്ടു. ഇനി അടുത്ത ലെവൽ നോക്കാം. 6 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള പുസ്തകങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ആ സീരീസിലെ കുറച്ച് ടൈറ്റിൽസ്. ആനയുടെയും മണ്ണാറക്കണ്ണന്റെയും കഥ. കണ്ടോ, കുട്ടികൾക്കുള്ള 21 നാടൻ പാട്ടുകൾ, മലയാളത്തിലെ ഏറ്റവും മികച്ച 11 ബാലകവിതകൾ, വാലുപോയ കുരങ്ങന്റെ കഥ. ഇതിന്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് 6 വയസ്സിന് മുകളിലുള്ളവർക്ക്. ഇനി
ചെറിയ കുട്ടികളെ വായനയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പുസ്തക പരമ്പരയാണിത്. വായനയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള കുട്ടികളെ ലക്ഷ്യം വെച്ചാണ് ഈ പരമ്പര തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ നാടോടി കഥകളും പഴഞ്ചൊല്ലുകളും കുട്ടിക്കവിതകളും നാടൻ പാട്ടുകളുമാണ് ഇവയ്ക്ക് ആധാരം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെങ്ങനെയാണെന്ന് നോക്കാം. ഈ പുസ്തകത്തിന്റെ ഉൾവശം ഒന്ന് കണ്ടു നോക്കാം. ദേ, വാലുപോയ കുരങ്ങന്റെ കഥ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ. ഇത് 6 വയസ്സിന് മുകളിലുള്ളവർക്കായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട പുസ്തകത്തെ അപേക്ഷിച്ച് ഇതിന്റെ ഫോണ്ട് സൈസ് കുറച്ച് ചെറുതാണ്. പിന്നെ ചിത്രങ്ങൾ, ഒരുപാട് നല്ല നല്ല രസകരമായിട്ടുള്ള കളർ ചിത്രങ്ങൾ ഇതിനകത്തുണ്ട്. കണ്ടോ, എന്തു ഭംഗിയുള്ള പുസ്തകം അല്ലേ. ഇതിന് ആക്ച്വലി വില നോക്കുവാണെങ്കിലും വളരെ കുറവാണ് കേട്ടോ. 35 രൂപയാണ് നമ്മുടെ ഈ ഒരു പുസ്തകത്തിന്. ഇത് നിങ്ങൾക്ക് ഒന്നുകിൽ സിംഗിൾ കോപ്പീസ് ആയിട്ട് വാങ്ങാം, അതല്ലെന്നുണ്ടെങ്കിൽ പല പുസ്തകങ്ങൾ ചേർത്ത് ബണ്ടിലായിട്ടും ഒക്കെ വാങ്ങാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. വേറൊരു പുസ്തകം കൂടി നമുക്ക് നോക്കാം, ബാലകവിതകൾ. കണ്ടോ, എന്ത് ഭംഗിയായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 6 വയസ്സിന് മുകളിലേക്ക് ഉള്ള കുഞ്ഞുങ്ങളുടെ ചിത്രകഥ അല്ലെങ്കിൽ ആ ഒരു സീരീസിൽ, വായിച്ചു വളരാം സീരീസിൽ വരുന്ന പുസ്തകങ്ങൾ നോക്കുമ്പോൾ. ഇനി ഇത് രണ്ടും കൂടാതെ തന്നെ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പിക്ചർ ബുക്സിന്റെ കാറ്റഗറിയിൽ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. ഈ പുസ്തകം തന്നെ കണ്ടോ, എൻ്റെ ദോശ നല്ല ദോശ എന്ന് പറയുന്ന ഈ പുസ്തകം. ഇത് നമ്മൾ ഒന്ന് നോക്കാം. ഓക്കെ, നല്ല ഒരു പിക്ചർ ബുക്കാണ്, വലിയ അക്ഷരത്തിലുള്ള പിക്ചർ ബുക്കാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു 5 പുസ്തകങ്ങളെയാണ് കാണിക്കാൻ പോകുന്നത്. ഒരുപാട് ചിത്രങ്ങളുള്ള കുട്ടി പുസ്തകം, ഒറ്റ ഇരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന 5 പുതിയ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ദേ, ഓടിവായോ ഹിയോ എന്ന് പറയുന്ന ഒരു പുസ്തകം. ഇത് ചെറിയ കുട്ടികൾക്ക്, ഒരു 4 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ വായിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുകൂടെ ചിരിക്കാനുള്ള വകയൊക്കെ ഇതിന്റെ കഥാകൃത്ത് ഇതിനകത്ത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കോഴിയമ്മയുടെ മക്കളുടെയും കഥയാണ്. ഈ കോഴിയമ്മ ഉണ്ടല്ലോ, അങ്ങ് കോഴിക്കോട് പോയി ഒരു കോഴിക്കോട് വാങ്ങിച്ചിട്ട് വന്ന കോഴിയമ്മയാണ്, ചില്ലറക്കാരിയൊന്നും അല്ല. വളരെ അപ്ഡേറ്റഡ് ആയിട്ടൊരു കോഴിയമ്മയാണ്. കലണ്ടറൊക്കെ നോക്കുന്നുണ്ട് കണ്ടോ. അതാണ് ദേ, കോഴിക്കോട് പോയി കോഴിയമ്മ വാങ്ങിച്ചുകൊണ്ട് വന്ന കോഴിക്കോട്. അപ്പൊ എന്തായിരിക്കും ഈ രസകരമായ കഥ ഞാനിപ്പോൾ പറയുന്നില്ല, അത് നിങ്ങൾ വായിച്ചു തന്നെ അറിയണം. ഓക്കെ, രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഒരപ്പച്ചനും അപ്പച്ചൻ്റെ പേരക്കുട്ടിയും കൂടി മഴവില്ലിനെ കാണാനായിട്ട് പോകുന്ന ഒരു പുസ്തകമാണ്. ആകാശവിസ്മയം എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു പുസ്തകമാണ്. ഓക്കെ, സംഭാഷണ രൂപത്തിലാണ് ഇതിൽ കഥ എഴുതിയിരിക്കുന്നത്. നല്ലൊരു ചിത്രകഥാ പുസ്തകമാണ് ആകാശവിസ്മയം എന്ന ഈ പുസ്തകം. ഇനി മൂന്നാമത്തെ പുസ്തകം അമ്മയും നന്മയും എന്ന് പറയുന്ന പുസ്തകമാണ്. അതായത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, നമ്മുടെ ജെൻഡർ ഇക്വാളിറ്റി, അതിനെക്കുറിച്ചുള്ള ഒരു കുട്ടികൾക്ക് ഒരു കഥ. അതായത് നമ്മുടെ വീട്ടിലെ അമ്മ ചെയ്യുന്ന ജോലിയെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ കുഞ്ഞു മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ് അമ്മയും നന്മയും എന്ന പുസ്തകം. കണ്ടോ, അമ്മ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, അമ്മ ചെയ്യുന്ന ജോലികൾ ഒക്കെ അതെല്ലാം കാണിച്ചുകൊണ്ടുള്ള അമ്മയുടെ ഒരു ദിവസം, അതിനെക്കുറിച്ചുള്ള ഒരു കഥയാണിത്. അടുത്ത പുസ്തകം ഉറുമ്പുകൾ പഠിപ്പിച്ച പാഠം. കുഞ്ഞൻ ഉറുമ്പുകൾക്കും നമ്മളെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു കുട്ടിക്കഥയാണ് ഉറുമ്പുകൾ. ഈ പുസ്തകം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഉറുമ്പുകളെയും ഒന്ന് നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു തോന്നൽ തീർച്ചയായും കുഞ്ഞുങ്ങൾക്ക് വരും. ഓക്കെ, അതാണ് ഉറുമ്പുകൾ പഠിപ്പിച്ച പാഠം എന്ന ഈ പുസ്തകം. ഇനി ചിത്രകാരനായ കുറുക്കനും 2 നായകളും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ പുസ്തകങ്ങളിലെ നമ്മളുടെ കയ്യിലുള്ള അവസാനത്തെ പുസ്തകം എന്ന് പറയുന്നത്. കാട്ടിൽ നടക്കുന്ന ഒരു കഥയാണ്. ഇവർ 2 പേരും കൂടെ കാട്ടിലേക്ക് പോവാണ്. അവിടെ അവർ ആരെ കാണുന്നു? ദേ, ഈ ഭാണ്ഡമൊക്കെ ആയിട്ട് പോകുന്ന ചിത്രകാരനായ ഒരു കുറുക്കനെ കാണുന്നു. ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിട്ടുള്ളൊരു
കുറുക്കനെ കാണുന്നു. അതിനുശേഷം എന്ത് സംഭവിക്കും? കുറുക്കൻ ഇവരുടെ ചിത്രം വരയ്ക്കുമോ? അല്ലെങ്കിൽ കുറുക്കൻ ആരുടെ ചിത്രമാണ് വരയ്ക്കുന്നത്? എന്താണ് കുറുക്കന്റെ ഉദ്ദേശം? ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു നല്ലൊരു ചെറിയൊരു കഥാപുസ്തകമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കുട്ടി 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 പുസ്തകങ്ങൾ നിങ്ങൾക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചിത്രകഥാ പുസ്തകങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളുടെ കളക്ഷൻസിൽ നിന്ന് കിട്ടും. പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തും വായിച്ച് കേൾപ്പിച്ചും കുഞ്ഞു മക്കൾക്ക് വായനയോടുള്ള ഇഷ്ടം തീർച്ചയായും വളർത്തിക്കൊണ്ടുവരണം. ഓക്കെ, keep reading, keep telling stories. Thank you for watching. Bye bye.